ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയെ കുറിച്ചിട്ടാണ്. അവരെങ്ങനെയാണ് അവരുടെ ഒരു ലാലിഗ ക്യാമ്പയിന് തുടങ്ങിയിരിക്കുന്നത്? ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് തന്നെ, അതായത് ബദ്ധവൈരികളായിട്ടുള്ള റയൽ മാഡ്രിഡും അതേ രീതിയിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ബാഴ്സലോണയുടെ ഗെയിം വീക്ക് 1 മത്സരം എന്ന് പറഞ്ഞാൽ അവർ എൽച്ചയ്ക്കെതിരെയായിരുന്നു. എൽച്ചയുടെ ഹോമിലേക്ക് പോകുന്നു, എന്നിട്ട് എൽച്ചേനെ അവിടെ 5-0 എന്നുള്ള സ്കോറിന് തകർത്ത് കളയുന്നു. ഗെയിം വീക്ക് 2 സ്വന്തം തട്ടകമായിട്ടുള്ള ക്യാമ്പനിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ഈ ക്യാമ്പയിനിലെ ആദ്യത്തെ മത്സരത്തിൽ ക്ലബ് അത്ലറ്റിക്കിനെ 2-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തുന്നു. ആദ്യത്തെ 2 മത്സരങ്ങളിലായിട്ട് 7 ഗോളുകൾ അടിക്കുന്നു. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള സംഭവം എന്താണ്, ഒരൊറ്റ ഗോൾ പോലും ബാഴ്സലോണ കൺസീഡ് ചെയ്തിട്ടില്ല. ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണ്, ഈ ക്ലബ് അത്ലറ്റിക്കിനെതിരെ, അതായത് നമുക്കറിയാം നിക്കോ വില്യംസ്, ഇനിയാക്കി വില്യംസ്, ഗുരുസെറ്റ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സൊക്കെ കളിക്കുന്ന ആ ക്ലബ് അത്ലറ്റിക് വെറും 0.25 XG മാത്രമാണ് ബാഴ്സലോണയ്ക്കെതിരെ ക്യാമ്പയിനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാന്റാസ്റ്റിക് ഡിഫെൻസീവ് പെർഫോമൻസ് കൂടി നമുക്ക് ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബാഴ്സലോണയുടെ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞാൽ അത് കളക്റ്റീവ് എഫേർട്ടാണ് എന്നുള്ളത് കൂടി എടുത്തു കൊണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഈ മത്സരത്തിൻ്റെ സ്കോർ ലൈൻ കാണുന്ന സാഹചര്യത്തിൽ എന്താണ് 2-0 എന്നുള്ള സ്കോർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഈ മത്സരത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ തരുന്ന തരത്തിലുള്ള സ്കോർ ലൈൻ അല്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ബാഴ്സലോണ ഒരുപാട് ക്വാളിറ്റി ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ അത് 2-0 അവസാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണക്കാരനായിട്ടുള്ളത് ക്ലബ് അത്ലറ്റിക്കിൻ്റെ വല കാക്കുന്ന ആ ചങ്ങായി തന്നെയാണ്. ഉനായ് സിമോൺ ഹാഡ് എ ക്രാക്കർ ഓഫ് എ ഗെയിം. അതായത് വേൾഡ് കപ്പ് വിന്നറാണ്, വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലവ് വിന്നറാണ്. ചങ്ങായിയുടെ ക്വാളിറ്റി ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നു. ആ രീതിയിൽ ചങ്ങായി ക്ലബ് അത്ലറ്റിക്കിൻ്റെ വല കാക്കുന്നു, ഒപ്പം ഡിഗ്നിറ്റി കൂടി കാത്ത് സൂക്ഷിക്കുന്ന ചിത്രമാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മത്സരത്തിൻ്റെ സ്ഥിതി നോക്കി കഴിഞ്ഞാൽ ഏറെ സമയം 1-0 എന്നുള്ള സ്കോർ ലൈൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു ഡേഞ്ചറസ് സ്കോർ ലൈനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബാഴ്സലോണയ്ക്കാണെങ്കിൽ ക്വാളിറ്റി ചാൻസുകൾ കിട്ടുന്നു, പക്ഷെ അതൊന്നും അവർക്ക് മുതലെടുക്കാൻ സാധിക്കുന്നില്ല. ക്ലബ് അത്ലറ്റിക്കാണെങ്കിൽ മത്സരത്തിൽ അവരുടെ ഒരു മികച്ചൊരു സ്പെല്ലിലേക്ക് നീങ്ങുന്ന സാധ്യത, അതായത് അവർ വലിയ തോതിൽ ത്രെട്ടണമൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ബാഴ്സലോണയെ, പക്ഷേ മികച്ച രീതിയിൽ അവർ ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഗിഫ്റ്റ് ക്ലബ് അത്ലറ്റിക് ബാഴ്സലോണയ്ക്ക് കൊടുക്കുന്നതും ഫെർമിൻ ലോപ്പസ് അത് മനോഹരമായിട്ട് 2 കൈ നീട്ടി സ്വീകരിക്കുന്നതും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു ഗോളിന് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കറിയാം ഫെർമിൻ ലോപ്പസ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ബോൾ സ്ട്രൈക്കറാണ്, ഫാന്റാസ്റ്റിക് റണ്ണറാണ്, ഫാന്റാസ്റ്റിക് ടെക്നിക്കൽ എബിലിറ്റിയുള്ള പ്ലെയറാണ്. ബോക്സിലേക്ക് അദ്ദേഹം ക്രാഷ് ചെയ്ത് വരുന്ന രീതിയൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇതൊരു ടാപ്പിന്നായിരുന്നു, ഈസി ഗോളായിരുന്നു, ഒരു ഗിഫ്റ്റായിരുന്നു. ആളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റിന് കിട്ടുമോ എന്നുള്ള സംശയമുള്ളൊരു സംഭവമാണ്. എന്തായാലും അതോടുകൂടിയിട്ട് ആ ഗെയിം അങ്ങോട്ട് അവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ക്ലബ് അത്ലറ്റിക് ആണെങ്കിൽ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും മത്സരത്തിൽ ഉതിർത്തില്ല എന്നുള്ളതാണ്. വെറും 5 അറ്റംപ്റ്റുകൾ മാത്രമാണ് അവർ നടത്തിയുള്ളൂ. അതിൽ തന്നെ ഒരു സാഹചര്യത്തിൽ ഒരു ഷോട്ട് ജസ്റ്റ് ആ ഒരു പോസ്റ്റിന് വൈഡായിട്ട് പോകുന്ന സാഹചര്യമായിരുന്നു. അവിടെ എന്താണ് ചില തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ്, ഫൗളാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തർക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ആ ഒരു ഷോട്ടൊക്കെ അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് കാര്യമായിട്ട് പിന്നെ 1-2 മൊമെൻറ്റ്സിലൊക്കെ ജോൺ ഗാർസിയ എന്ന് പറയുന്ന സ്വീപ്പർ കീപ്പർ ആകുന്ന സാഹചര്യം മനോഹരമായിട്ട്, അതായത് ബാഴ്സലോണയുടെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന അവസരങ്ങളിൽ ചെങ്ങായിയുടെ ആൻറ്റിസിപ്പേഷൻ ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ജോൺ ഗാർസിയെ സംബന്ധിച്ചോളം കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തൊരു മത്സരമായിരുന്നു ഷോട്ട് സ്റ്റോപ്പിങ്ങിൻ്റെ പരിപാടിയുമായിട്ട്. പക്ഷേ ഈ രീതിയിൽ ആ ബോക്സിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഡിസൈസീവായിട്ടുള്ള ആ ഒരു സ്വീപ്പിംഗ് പരിപാടി ചെങ്ങായി ചെയ്യുന്നത് ഈ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ജോൺ ഗാർസിയ ഒരു ഫാന്റാസ്റ്റിക് കീപ്പറാണ്. അഗെയിൻ ആളും വേൾഡ് കപ്പ് വിന്നർ തന്നെയാണ് എന്നത് ഓർക്കേണ്ടതായിട്ട്. അപ്പോൾ എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. പിന്നെ ആരാണ് ക്ലബ് അത്ലറ്റിക്കിൻ്റെ പുതിയ മാനേജറായിട്ടുള്ളത്? എഡിൻ ടെർസിച്ചാണ്. ഫോമർ ഡോട്ട്മുണ്ട് കോച്ചാണ്. അവിടെ നിന്ന് ഏർനെസ്റ്റോ വാൽവേർദെ എന്ന് പറയുന്ന അവരുടെ ഒരു ഇതിഹാസം പടിയിറങ്ങി പോയിരിക്കുകയാണ്. ഈ സെക്കൻഡ് സ്പെല്ലിൽ ചങ്ങായി 4 വർഷം ഞാനാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. എഡിൻ ടെർസിച്ച് ആണെങ്കിൽ ഡോട്ട്മുണ്ടിൽ മാത്രമേ മാനേജ് ചെയ്തിട്ടുള്ളൂ. ജർമ്മൻ ക്രൊയേഷ്യനാണ് ചങ്ങായി. അപ്പോൾ ആളുടെ ഇവിടുത്തെ ഈ തുടക്കം എന്ന് പറഞ്ഞാൽ അത്ര നല്ല തുടക്കമല്ല. ഇപ്പോൾ ക്യാമ്പിനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കാം. അവരൊരു ഫൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ അവർക്ക് സെവിയക്കെതിരെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ തുടക്കത്തിൽ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് അവർക്ക് തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ പരാജയപ്പെടുന്നു. അതിന് ശേഷമുള്ളൊരു മത്സരമാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് പരാജയങ്ങളാണ് എഡിൻ ടെർസിച്ചിൻ്റെ ടെന്യൂറിൽ സംഭവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ നെയ്തെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ക്ലബ് അത്ലറ്റിക്കിന് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാഴ്സലോണയെ സംബന്ധിച്ചോളം 22 അറ്റംപ്റ്റുകൾ അവർ ഈ മത്സരത്തിൽ മൊത്തം അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിൽ 10 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അതിൽ തന്നെ 44 ടച്ചസ് ഓപ്പോസിഷൻ ബോക്സിലുണ്ടായിരുന്നു. 4 ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 അവർ മിസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ തന്നെ
ലമീൻ യമാലിന് കിട്ടിയിട്ടുള്ള ചാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന തരത്തിൽ സംഭവമാണ്. യെസ്, ഉനായ് സിമോൺ ഫാന്റാസ്റ്റിക് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അതായത് 8 സേവുകൾ ചങ്ങായി നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അതിൽ തന്നെ 6 എണ്ണം ഇൻസൈഡ് ദ ബോക്സ് എന്നുള്ള സേവുകളാണ്. അതിൽ തന്നെ ലമീൻ യമാലിൻ്റെ ഒക്കെ അറ്റംപ്റ്റ് സേവ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഓഫ് സൈഡ് സംഭവത്തിൽ അദിയേമിയുടെ ഒരു ഷോട്ടൊക്കെ ചങ്ങായി സേവ് ചെയ്യുന്നത്. ലമീൻ യമാലിൻ്റെ ഫാന്റാസ്റ്റിക് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിന് ചങ്ങായി ആ ബോക്സിലേക്ക് കൊടുക്കുന്ന ക്രോസില്ല ടിപ്പിക്കൽ സാധനം അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ്, ഉറപ്പില്ല. എന്തായാലും അതൊക്കെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് ഗ്രേറ്റ് റിഫ്ലെക്സും കാര്യങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് ഉനായ് സിമോൺ സേവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉനായ് സിമോണാണ് മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കുന്നത്. 2-0 ക്ലബ് അത്ലറ്റിക് പരാജയപ്പെട്ടുള്ള മത്സരത്തിൽ ഉനായ് സിമോൺ മാൻ ഓഫ് ദ മാച്ച് കിട്ടണമെങ്കിൽ എമ്മാതിരി പ്രകടനം ചങ്ങായി കാഴ്ചവെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പെർഫോമൻസ് ഉനായ് സിമോണിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ലമീൻ യമാലിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ മറ്റൊരു ചോദ്യമുള്ളത്. എന്താണ് ലമീൻ യമാലിൽ സംഭവിച്ചിരിക്കുന്നതൊക്കെയാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടുന്ന സാഹചര്യത്തിലൊക്കെ അതിൻ്റെ റിപ്ലൈയിലൊക്കെ വരുന്നത് നിങ്ങൾക്ക് എന്താണ് ലമീൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും മറ്റൊരു സംഭവം, റഫീന്യ നല്ല മസ്റ്റാഷ് ഉണ്ട്, റഫീനയ്ക്ക് നല്ല അടിപൊളി മീശ, ലമീനും ആ ഒരു മീശ വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും റഫീന്യ മനോഹരമായിട്ട് ആ ലൈന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ബാക്ക് ടു ലമീൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഫസ്റ്റ് മത്സരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എവിടെ ബാഴ്സലോണയുടെ വീഡിയോ എവിടെ എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കായിരുന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു, അത് പലരും കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ മത്സരം നടക്കുന്ന സമയത്താണ് ഞാൻ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ആ കളി കാണുക? യെസ്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഹൈലൈറ്റ്സ് എങ്കിലും കാണണം. എക്സ്റ്റെൻഡഡ് ഹൈലൈറ്റ്സ് എങ്കിലും കണ്ടാലേ ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായുള്ളൊരു വിലയിരുത്തലൊക്കെ നടത്താൻ പറ്റുള്ളൂ. മിനിമം അതെങ്കിലും കാണണം. അല്ലാതെ 2, 3, 4 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു അഭിപ്രായം വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. അറ്റ്ലീസ്റ്റ് എക്സ്റ്റെൻഡഡ് ഹൈലൈറ്റ്സ് എങ്കിലും കാണണം. അല്ലെങ്കിൽ മിനി മാച്ച് എന്ന് പറയുന്ന സാധനമുണ്ട്, 10-25 മിനിറ്റ് 30 മിനിറ്റിൻ്റെ സാധനമുണ്ട്, അതെങ്കിലും കാണാൻ പറ്റണം. അത് കാണാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ മത്സരത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാതിരുന്നത്. എനിക്കറിയാം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് പല വീഡിയോകളുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ സ്നേഹമാണ് കാണിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാഴ്സലോണയെ കുറിച്ച് പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹത്തിനോടും ആ സപ്പോർട്ടിനും എനിക്ക് ഭയങ്കര എന്താ പറയുക റെസ്പെക്റ്റ് ഉണ്ട്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്ന് അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയല്ല. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ചില ഗെയിം വീക്കുകളിലൊക്കെ ചില മത്സരങ്ങളൊക്കെ ഒഴിവാക്കി വിടേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാ കളികളും എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഒരാളല്ലേ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ കളി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ എക്സ്റ്റൻഡ് ഹൈലൈറ്റ്സും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ എന്താണ്, ഇപ്പോൾ ഞാൻ ചില ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ കോമ്പൈലേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലമീൻ്റെയും കോമ്പൈലേഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഷാവി എസ്പാർട്ടിൻ്റെയൊക്കെ കോമ്പൈലേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിൽ തന്നെ ലമീനെ കുറിച്ച് പറയുന്നത്, ലമീൻ ഭയങ്കര എന്താ പറയുക വിഷാദ മുഖത്തോടു കൂടിയിട്ടാണ് ചങ്ങായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ലമീന് പറ്റിയെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ആൾ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു, എന്താണ് ലമീൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജേർണലിസ്റ്റൊക്കെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, ആളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പോൾ ഹെക്ടർ ഫോർട്ട്, അതേപോലെ തന്നെ കസാഡോ, അതേപോലെ തന്നെ ബാൽഡെ, അതായത് ഇവരൊക്കെ ലാമാശയിൽ ഇവരൊക്കെ ഒരുമിച്ചുള്ളതാണ്. ഇവരൊക്കെ ഇവിടുന്ന് പോകുന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ ഇങ്ങനെ ചെങ്ങായിന് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ആളൊരു പക്ഷേ അലട്ടിയിട്ടുണ്ടാവും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് കാര്യമുള്ള പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. ഒന്നാമത് ചെറിയ ചെക്കനാണ്, അത്രേ വയസ്സുള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ് ഒരു ജേർണലിസ്റ്റിൻ്റെ അഭിപ്രായമുള്ളത്. എനിക്ക് എന്തായാലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ എൽച്ചക്കെതിരെ മത്സരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കളി കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചങ്ങായി ഓഫ് സൈഡ് ആകാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ഓഫ് സൈഡ് ആകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രിബിളിംഗ് ഒന്നും വിചാരിച്ച പോലെ ഫസ്റ്റ് ഹാഫ് നടക്കുന്നതായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലമീൻ യമാൽ നല്ല രീതിയിലാണ് കളിച്ചിരുന്നത്. യെസ്, ആളുടെ ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ലമീൻ യമാലിൻ്റെ ലെവലിനെ ഒരു രീതിയിലാണല്ലോ കാണുന്നത്, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഈ മത്സരത്തിലെ പെർഫോമൻസ് ഒരു ഗുഡ് പെർഫോമൻസ്, ഭയങ്കര ടോപ്പ് പെർഫോമൻസ് ആണെന്നല്ല പറയുന്നത്, ഗുഡ് പെർഫോമൻസ് ആണ്. യെസ്, ആൾ ഫിനിഷിങ് ഇമ്പ്രൂവ് ആക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. അത് മുമ്പ് നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് അല്ലേ. ഫിനിഷിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും ആളുടെ ഗെയിമിൽ സംഭവിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോഴും യങ് പ്ലെയറാണ് ലമീൻ എന്നുള്ളതാണ്. കുറച്ച് നാളായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ്. അല്ല, ഇപ്പോഴും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല ലമീൻ യമാൽ. ഇനിയും ആളുടെ ഗെയിമിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ ബോഡിയിലും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ ഒരു 16 വയസ്സുള്ളപ്പോൾ
ഉള്ള പോലെ ആയിരിക്കില്ല ബോഡിയിലുള്ള ചേഞ്ചസ് ഈ 18-19 വയസ്സാകുന്ന സാരത്തിൽ ഇനി 20-21-22 നീങ്ങുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ഗെയിമിൽ ചില മാറ്റങ്ങളും കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ലമീൻ്റെ ഈ മത്സരത്തിലെ പെർഫോമൻസ് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല എന്നാണ് എൻ്റെ കണ്ണിലൂടെ കണ്ടുള്ള സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ചില മൂവ്മെൻറ്റൊക്കെ ചില സാഹചര്യങ്ങൾ ആൾ നല്ല രീതിയിൽ തന്നെ ടേക്ക് ഓൺ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഗോർഡനെ കൊടുത്തുള്ള ഒരു പാസ് ഉണ്ടായിരുന്നല്ലോ, എന്താ പാസ്, ബ്യൂട്ടിഫുൾ ത്രോ ബോൾ. ഗോർഡൻ്റെ റണ്ണ് അഗെയിൻ റൺ ചെയ്യാൻ പറ്റുന്ന ചെങ്ങായിമാരുണ്ട് ആളുടെ ചുറ്റിലും കളിക്കുന്നത്. ഇപ്പോൾ ഫെർമീനാണ്, റഫീനിയാണ്, അതേപോലെ തന്നെ ആന്റണി ഗോർഡനാണ് കളിക്കുന്നത് പറഞ്ഞാൽ ഇവരൊക്കെ റൺ ചെയ്യുന്നതിൽ ഉസ്താദ്മാരാണ്. ഓഫ് ദ ബോൾ ഒരു രക്ഷയില്ലാത്ത റണ്ണുകൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ പല ആംഗിളുകളും ആ രീതിയിൽ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ പാസ് കൊടുത്താൽ മതി. ഇതാണ് പറഞ്ഞത്, ഈവൻ പെഡ്രിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൂടെ ഈ റണ്ണേഴ്സുമാരുടെ കൂടെ കളിക്കുമ്പോൾ ഭയങ്കര രസമുണ്ടായിരിക്കും ആൾ. കാരണം വെച്ചാൽ ആൾ കൊടുക്കുന്ന പാസിലേക്ക് ഓടിയെത്താൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങായിമാരുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അജാതി എനർജിയോടുകൂടി കളിക്കുന്ന ചെങ്ങായിമാരാണ് ബാഴ്സലോണയുടെ ആ ഒരു ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നത്. ബെഞ്ചിൽ നിന്ന് അഡിയമീനെ കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും ഗോർഡൻ്റെ ആ ഒരു ഡയഗണൽ റൺ വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അതോടൊപ്പം തന്നെ ലമീൻ യമാലിൻ്റെ പാസ് വാസ് ഫാൻറ്റാസ്റ്റിക് പാസ്. പിന്നെ ആളുടെ ആ ടിപ്പിക്കൽ സാധനമല്ലോ, ആ കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ആ ബോക്സിലേക്ക് കൊടുക്കുന്ന ക്രോസ്, അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിൽ ചിലതൊന്നും ആക്യുറേറ്റ് ആയിരുന്നില്ല. ആളുടെ ബോൾ സ്ട്രൈക്കിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരവസരത്തിൽ ആൾ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യണം. ഫെർമീൻ നമുക്കറിയാം, ഫെർമീൻ അതിൽ ഉസ്താദാണെന്നല്ലോ. അപ്പോൾ ഫെർമീൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലമീൻ യമാൽ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുമ്പോൾ അത് ബാറിൽ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ അൺലക്കി ആയിരുന്നു ലമീൻ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ ഒരു ഇൻറ്റൻസിറ്റി കാഴ്ചവെക്കുന്നു, ആ ഒരു അഗ്രഷനൊക്കെ ചങ്ങായി അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺലക്കി ആയിട്ടാണ് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ലമീൻ യമാലിൻ്റെ ഒരു ഗുഡ് പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ആൾക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ചാൻസ് ഉണ്ടല്ലോ, 1-2 ചാൻസുകളുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ആൾ അടിക്കേണ്ട സാധനം തന്നെയാണ്. പിന്നെ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് ബെർണാലും പെഡ്രി പോട്ടറുമാണ് ആ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാവി എസ്പാർട്ട് ലെഫ്റ്റിൽ, റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് എറിക് ഗാർസിയനെ പോലെയുള്ളൊരു ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി പ്ലെയർ ഉണ്ടോ എന്നുള്ളതാണ് സംശയമുള്ളത്. എവിടെയൊക്കെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിഫൻസിൽ കുബാർസി, ഗോൾഡൻ ബോയ്, ആ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആളുടെ വേൾഡ് കപ്പിലെ ഫൈനലിന് ശേഷമുള്ള ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ടോ ആളെ സെക്കൻഡ് ഹാഫിൽ ലേറ്റ് ആയിട്ടാണ് തോന്നുന്നു ഒരു ബൈസിക്കിൾ കിക്ക് അടിച്ചു കേട്ടില്ല. എന്താ ചെക്കൻ്റെ ടെക്നിക്കൽ എബിലിറ്റി എന്നാണ്. യെസ്, ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ്, നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ആളുടെ ലാസ്റ്റ് ചാലഞ്ചസ് ഉണ്ട്, ക്രോസുകൾ തടയുന്ന രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു രക്ഷയില്ലാത്തൊരു സാധനം, ഒരു ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെ ഓൺ ഗോൾ ആയില്ല എന്നുള്ളതാണ് പലരും ആലോചിച്ച് പോകുന്നുണ്ടായിരുന്നത്. ആ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ കുബാർസിക്ക് ഡിഫെൻഡ് ചെയ്യാനറിയാം, ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ്. അതോടൊപ്പം തന്നെ ഈ ബോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താ ടെക്നിക്ക്, അവിടെ ഓഫ് സൈഡാണ് സാധനം. പക്ഷേ ആ ബൈസൈക്കിൾ കിക്ക് സാധനം എനിക്കൊന്ന് ഉനായ് സിമോൺ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ. അപ്പോൾ കൊമൻട്രിയിൽ ഒരാൾ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നെ ഈ ബാഴ്സലോണ ലെവലിൽ നമ്മൾ നോക്കി കഴിഞ്ഞു വെച്ചെങ്കിൽ അതിൽ പിന്നെ ഔട്ട്ഫീൽഡിലുള്ള 10 പേർക്കും നല്ല രീതിയിൽ പാസ് ചെയ്യാൻ അറിയുന്ന ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളേഴ്സാണെന്നുള്ളൊരു വാദം ചങ്ങായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്. അതിലിപ്പോൾ പറയാൻ പറ്റുന്നത് വേണമെങ്കിൽ ജെറാർഡ് മാർട്ടിനാണ് കുറച്ചുകൂടെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയിൽ കുറച്ചൊരു കുറവുള്ളൊരു ചങ്ങായി എന്നുള്ളതാണ്. ഓൺ ഹിസ് ഡേ ആൾ നല്ല രീതിയിൽ പിന്നെ ബോൾ പ്ലേയിങ് ഒക്കെ നടന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡീസൻ്റാണ് ചങ്ങായി. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ലായിരിക്കും ഞാൻ ജെറാർഡ് മാർട്ടിനെ ഡീസൻറ്റ് ഫുട്ബോളർ എന്ന രീതിയിൽ ലേബൽ ചെയ്തത്. പക്ഷേ ഡീസൻ്റാണ് ജെറാർഡ് മാർട്ടിൻ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ പക്ഷേ ബോൾ പ്ലേയിങ്ങിൻ്റെ കാര്യത്തിൽ ആളും മിടുക്കനൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ളൊരു കാര്യം കമൻറ്റേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ കാര്യത്തിൽ. പക്ഷേ ഷാവി എസ്പാർട്ടൊക്കെ എത്ര കംഫർട്ടബിളാണ് ഓൺ ദ ബോൾ. ലാമാസിയ പ്രൊഡക്റ്റാണ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വളരെ കംഫർട്ടബിളായിട്ട് കളിക്കുന്നു. യെസ്, 1-2 കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആളുടെ ഒരു ചാലഞ്ച്, ലപ്പോർട്ടിൻ്റെ നേരെ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചാലഞ്ച്, അതേപോലെ തന്നെ ഇഞ്ഞാക്കി വില്യംസിനല്ലേ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്, അതൊരു ലാസ്റ്റ് മാൻ ചാലഞ്ചാണോ എന്നുള്ള ചോദ്യമുണ്ട്. ആ 2 ഡിസിഷനിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഷാവി എസ്പാർട്ടൊക്കെ നല്ല രീതിയിൽ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ എറിക് ഗാർസിയയുടെ ഒക്കെ ഒരു വല്ലാത്തൊരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു. ആ ഹാഫ് ലൈൻ്റെ അടുത്ത് ചെങ്ങായി കൊടുത്തുള്ള ത്രൂ ബോൾ വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ്. അവിടെ ഫെർമീനെ സംബന്ധിച്ചിടത്തോളം ഫെർമീൻ്റെ ടച്ചിൽ ഇത്തിരി പാളിപ്പോയി. അവിടെ അങ്ങനെ ക്ലബ് അത്ലറ്റിക് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളൊരു സിനാരിയാണ്. പക്ഷേ അതാണ് ത്രൂ ബോളൊക്കെ അവിടുന്ന് ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ആ ഡിഫൻസിലുള്ള എല്ലാവരും കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമുള്ളത്. പിന്നെ മിഡ്ഫീൽഡിൽ
മിഡ്ഫീൽഡിൽ പെഡ്രി വാസ് വൺസ് അഗെയിൻ ബ്രില്യൻറ്റ്. വെള്ള മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ആളിപ്പോൾ കൃത്യമായിട്ടും പണ്ടേ നമ്മൾ നോട്ടീസ് ചെയ്യും പെഡ്രീനെ. കാരണം പെഡ്രിയുടെ ആ ഒരു എലഗൻസിൻ്റെ ഒരു വേറെ രീതിയാണ്. ഇപ്പോഴത്തെ വെള്ള മുടിയൊക്കെ ആയതോട് കൂടിയിട്ട് പിന്നെ എന്തായാലും നോട്ടീസ് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. ആളുടെ ബ്യൂട്ടിഫുൾ ചില പാസുകളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഷാവി എസ്പാർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാസ്, ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുകയാണ് പെഡ്രി, എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ പാസ് കാണുകയാണ്. ഷാവി എസ്പാർട്ട് പിന്നെ ഇൻസൈഡിലേക്ക് നീങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓഫ് കോഴ്സ് വിങ്ങറായിട്ടുള്ള ആന്റണി ഗോർഡന് ഓവർലാപ്പിംഗ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നീങ്ങി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആന്റണി ഗോർഡനും മിഡ്ഫീൽഡിലേക്ക് വരുന്ന അവസരങ്ങളുണ്ടായിരുന്നു, ഇൻസൈഡിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഷാവി എസ്പാർട്ട് സ്പേസിൽ നിൽക്കുകയാണ്. അങ്ങനെ ഷാവി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു ബോൾ ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. റഫീന എങ്ങനെയാണ് അവിടെ അത്തരത്തിലൊരു പവർ ജനറേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര പവർ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഹെഡർ അൺലീഷ് ചെയ്യണം. അത് പോസ്റ്റ് തട്ടി പോവാണ്. അതിൻ്റെ റീബൗണ്ട് ലമീൻ അത്ര കൺവിക്ഷൻ ഇല്ലാണ്ടാണ് ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടെ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോയി, കോർണറിലേക്ക് പോയി. പക്ഷെ അത് ഗോളാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവിടെ അഗൈൻ ആ പെഡ്രി ആ പാസ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ആ ഗോൾ വരുന്നത് എങ്ങനെയാണ്, റഫീനയുടെ ഗോൾ വരുന്നത് എങ്ങനെയാണ്, അതിൽ പെഡ്രിയുടെ പാസ്സാണ്. പെഡ്രി ബോൾ റിസീവ് ചെയ്യുന്നു, ആ ഹാഫിലെടുത്തതിന് ശേഷം ആളുടെ ഒരു ആ ടേണിൽ ആ ഒരു എലഗൻസ് ഉണ്ട്, ഭയങ്കര രസമാണ്. ആളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഈ ഡ്രിബിൾ ചെയ്തിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ആൾ ആ ത്രൂ ബോൾ കൊടുക്കുന്നത്. റഫീനയുടെ റൺ വാസ് അൺബിലീവബിൾ. ഒരു പ്ലെയർ അവിടെ ഓഫ് സൈഡാണ് നിൽക്കുന്നത്, പക്ഷേ റഫീനിയ കൃത്യമായിട്ടും ടൈം ചെയ്ത് റൺ ചെയ്യുന്നു. ആ റണ്ണ് പിക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഫാൻറ്റാസ്റ്റിക് വെയിറ്റേജുള്ള ബോൾ കൊടുക്കുകയാണ് പെഡ്രി പോട്ടർ. അത് റഫീന പിന്നെ ഉനായ് സിമോൺ അത്രയും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളിനെ റൗണ്ട് ചെയ്തിട്ട് ആൾ കയ്യൊക്കെ എങ്ങനെയൊക്കെയോ ബോൾ തട്ടാൻ ശ്രമിക്കുന്നുണ്ട്, തട്ടിയിട്ടുമുണ്ട് ഉനായ് സിമോൺ. പക്ഷേ സ്റ്റിൽ അവിടെ റഫീനയുടെ ക്വാളിറ്റി കാഴ്ചവെക്കുന്ന ആളത് കീപ്പറിനെ റൗണ്ട് ചെയ്തിട്ട് ഗോളാക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ബാഴ്സലോണ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത്. പക്ഷെ അവിടെ പെഡ്രിയുടെ എലഗൻസ് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പെഡ്രിയുടെ ത്രൂ ബോളുകൾ, പെഡ്രി എന്താണ് ബെർണാലുള്ളതുകൊണ്ട് തന്നെ പെഡ്രി കുറേ കൂടി മുമ്പോട്ട് ഇങ്ങനെ കയറി കളിക്കുന്നുണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ റോം ചെയ്ത് കളിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ബാഴ്സലോണയുടെ പ്രസ്സിങ്, റഫീനിയാണ് ആ പ്രസ്സിന് തുടക്കം കുറിക്കുന്നത്. ആന്റണി ഗോർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഓടും, എത്ര നേരം വേണമെങ്കിലും പ്രസ് ചെയ്യും. അതിനൊന്നും ഒരു മടിയില്ലാത്തൊരു ചങ്ങയാണ്. ആന്റണി ഗോർഡനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അവിടെ സെറ്റിലായിരിക്കുകയാണ്. അതൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സംഭവമാണ്. ഹാൻസി ഫ്ലിക്ക് സ്റ്റൈൽ ഓഫ് എ ഫുട്ബോളർ തന്നെയാണ്. മാത്രമല്ല ആളുടെ ടെക്നിക്കൽ എബിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു അവസരത്തിൽ പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ ഡീപ്പായിട്ട് ഏരിയയിൽ ബോൾ റിസീവ് ചെയ്തുള്ള സാഹചര്യത്തിൽ മെഗ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് വരികയാണ്. പ്ലെയറിനെ മെഗ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് വന്നതിന് ശേഷം ഫാൻറ്റാസ്റ്റിക് പാസ് പിക്ക് ചെയ്യുന്നു. എനിക്ക് റഫീനിയാണ് പിക്ക് ചെയ്യുന്നത്. റഫീനി എന്നിട്ട് ലെമീൻ കൊടുക്കുന്നു. ലെമീൻ്റെ കട്ടിങ് സൈഡ് ചെയ്തുള്ള ഷോട്ട് അത് അത്ര പോരായിരുന്നു. പക്ഷേ അവിടെയുള്ള ആന്റണി ഗോർഡൻ്റെ ആ ഒരു പിന്നെ ടെക്നിക്കൽ എബിലിറ്റിയും ആളുടെ പാസിംഗ് എബിലിറ്റിയൊക്കെ നമ്മളോട് കാണണം. ആ ഒരു അവസരത്തിൽ പെഡ്രിയാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആന്റണി ഗോർഡൻ വെക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഓൾറെഡി ഈവൻ പുതിയ സൈനിങ്ങൾക്കും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഈ ബാഴ്സലോണ സൈഡിൽ. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് എത്രത്തോളം ഒരു ക്വാളിറ്റി കോച്ചാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, വീണ്ടും ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഫെർമീൻ ലോപ്പസ് നമുക്കറിയാം. ഫെർമീൻ കുറേ കൂടി വൈഡറായിട്ട് കളിക്കുന്നൊരു സിറ്റുവേഷനാണ് കണ്ടത്. ഒരു 10 ആയിട്ടാണല്ലോ മത്സരം ചങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ കുറേ കൂടി വൈഡറായിട്ട് പോകുന്നു. അപ്പോൾ പെഡ്രി പിന്നെ കുറച്ചുകൂടെ ഒരു ചില സാഹചര്യങ്ങളൊക്കെ 10 റോൾ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പിന്നെ അഡ്വാൻസ് റോളിലേക്ക് കൂടുതൽ എന്താണ് കൺട്രോളർ എന്ന നിലയിൽ നിന്നും കുറേ കൂടി ക്രിയേറ്റർ എന്ന രീതിയിലാണ് പെഡ്രി ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബെർണാലാണ് കുറേ കൂടി ആ ഒരു കൺട്രോൾ പണി എടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ആളുടെയും പ്രസ്സിങ്, സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള സംഭവം. അപ്പോൾ പെഡ്രി സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഷാവി എസ്പാർട്ടിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. ആ ഒരു 10ാമത്തെ മിനിറ്റിൽ ലപ്പോർട്ടിൻ്റെ ആ ഒരു കാലിൽ ഇടിച്ചുള്ള ഒരു ടാക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം, അത് മിനിമം ഒരു യെല്ലോ കാർഡ് വേർത്തിയായിട്ടുള്ളൊരു ചാലഞ്ചാണെന്നുള്ളതാണ് എല്ലാവരുടെയും വാദമുള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ ആ ഒരു ചാലഞ്ച് മാത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡ് കാർഡിനുള്ളൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. യെല്ലോ കാർഡ് വേർത്തിയായിട്ടുള്ളൊരു ചാലഞ്ചായിട്ട് പലർക്കും തോന്നും. പക്ഷേ അവിടെ മൊത്തം ആ ഒരു മൂവ് കാണുന്നില്ല ആളുകൾ എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകമായിട്ടുള്ള സംഭവം. അവിടെ ആ മിഡ് ഏരിയയിൽ സെക്കൻഡ് ബോളും കാര്യങ്ങളൊക്കെ പെഡ്രിയൊക്കെ വിൻ ചെയ്യുന്നതിന് ഷാവി എസ്പാർട്ട് ആ സെറ്റിലൂടെ ആ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് ജാരഗീസറാണെന്ന് തോന്നുന്നു, ആളിനെ പിടിച്ച് വീഴ്ത്തിരുന്നുണ്ട്. ഒരു ക്ലിയർ ഫൗള് എസ്പാർട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആരും കാണുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ക്ലിപ്പുകൾ മാത്രം നോക്കി മൊത്തം കോൺടെക്സ്റ്റ് നോക്കാതെ പല രീതിയിലുള്ള വിലയിരുത്തലുകൾ പലരും നടത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ ഒരു എന്താ പറയുക, റിയൽ വേൾഡിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാതെയും അനാലിസിസ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ അത് എന്താണ്, ഷാവി എസ്പാർട്ടിനെ
പിടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതോടൊരു ക്ലിയർ ഫൗളാണ്. ആളുടെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെയും ആളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി, പിന്നെ ആ ഒരു ഫോളോ ത്രൂവിൽ ആളെ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമാണ്. ബോളിൽ സ്ലൈറ്റ് കോൺടാക്ട് സംഭവിക്കുന്നുണ്ട്. എന്നതിന് ശേഷം ലപ്പോർട്ടിനെ ആൾ ഫൗൾ ചെയ്യുന്നുണ്ട്. ക്ലിയർ ഫൗൾ തന്നെയാണ്. പക്ഷേ ആളിനെയാണ് ആദ്യം ഫൗൾ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അവിടെ എനിക്ക് തോന്നുന്നു റഫറി ഫൗൾ വിളിച്ചിട്ടില്ല, ഒരു അഡ്വാൻറ്റേജാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. കാരണം ആദ്യം ഷാവി എസ്പാട്ടിനെയാണ് അവിടെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് എനിക്കത് ലെമിൻ യമാലിൻ്റെ ഷോട്ടിലെങ്ങാനും അവസാനിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റത് ഒരു ലാസ്റ്റ് മാൻ ചാലഞ്ച് ആയിരുന്നു, റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു എന്നാണ് മറ്റൊരു ചോദ്യം. അവിടെ ജെറാഡ് മാർട്ടിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. ജെറാഡ് മാർട്ടിൻ കംപ്ലീറ്റ്ലി അവിടെ ബോൾ മിസ് ചെയ്യുന്നു. അങ്ങനെ അത് ഇനിയാക്കി വില്യംസിലേക്ക് എത്താണ്. അവിടെ ഒരു ടാക്ടിക്കൽ ഫൗളാണ് സത്യം പറഞ്ഞാൽ എസ്പാട്ട് നടത്തുന്നത്. എസ്പാട്ട് ആളിനെ പിന്നെ വീഴ്ത്തിയിടുന്നു. പക്ഷേ അവിടെ ഒരു ലാസ്റ്റ് മാൻ ചാലഞ്ചാണോ? അല്ല, അതൊരു യെല്ലോ കാർഡ് വേർത്തി ആയിട്ടുള്ളൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ ജെറാഡ് മാർട്ടിൻ കവറിൽ വരുന്നുണ്ട്, ആൾക്ക് കവർ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു യെല്ലോ കാർഡ് സംഭവം തന്നെയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. പക്ഷേ എന്താണ് പലരും വാദിക്കുക, അവിടെ ഷാവി എസ്പാട്ടിൽ ലപ്പോർട്ടിക്ക് നേരെ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചാലഞ്ചിന് ആദ്യമേ യെല്ലോ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ സെക്കൻഡ് യെല്ലോ വന്ന ആൾ പുറത്താകുമായിരുന്നില്ല. പക്ഷെ അവിടെ ആദ്യം ഫൗൾ ചെയ്യപ്പെടുന്നത് എസ്പാർട്ടാണ് എന്നുള്ളത് പലരും മറന്നു പോവാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി മറ്റു സംഭവം ഇതാണ്, എനിക്ക് ഈ റെഫറിങ് ഡിസിഷൻസിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്കോ കടക്കാൻ താല്പര്യമില്ല. കൂടുതലും ഫുട്ബോൾ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത്. പക്ഷേ ഇത് ചില മൊമെൻറ്റ്സ് ഇതൊക്കെ സംസാരിക്കാതെ ഇരിക്കാനും വയ്യല്ലോ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ലെമിൻ യമാലിൻ്റെ ഒരു ചാലഞ്ചാണ്. ലപ്പോർട്ടിക്ക് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള 2 ടാക്കിളുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെമിൻ യമാൽ ഇതേപോലെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലപ്പോർട്ട് വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെമിൻ യമാൽ ലപ്പോർട്ടിൻ്റെ ആ ഒരു ആങ്കിൾ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ യെല്ലോ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അവിടെ യെല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അഗൈൻ അത് റെഡ് കാർഡിനുള്ളൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ അതിൽ ഫോഴ്സോ കാര്യങ്ങളോ ഇനഫ് ഫോഴ്സോ ഒന്നും ഇല്ലാതെ ആ ഡ്രിബിൾ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ ആൾ കാല് വെച്ചിട്ടുള്ള സംഭവമാണ്. എങ്കിൽ യെല്ലോ കൊടുക്കാം, അവിടെ റെഫറി കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ആന്റണി ഗോർഡൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു, ഒരു സീസർ ചാലഞ്ച്. ആ ഇൻറ്റൻസിറ്റി കാഴ്ചവെക്കാണ്, അതിനും കാർഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഡിസിഷൻസായിട്ട് ഉള്ളത്. പക്ഷേ ഇതൊക്കെ എന്താണ് ഓവർ ദ കോഴ്സ് ഓഫ് ദ സീസൺ പല ടീമുകളും സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം ഓവറോൾ വലിയ കോൺട്രവേഴ്സിക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിവേ ഇനി വരുന്ന മത്സരങ്ങളിലുമൊക്കെ ഞാൻ കൂടുതലും ഈ റെഫറിങ് ഡിസിഷൻസൊക്കെ ചെറിയ തോതിൽ സംസാരിച്ച് പോകാനുള്ളൊരു പ്ലാനാണ് എനിക്കുള്ളത്. കൂടുതലും ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. കാരണം അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ചില കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് തൊട്ടുപോകും, അത് വേറെ കാര്യം. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ആ ഫസ്റ്റ് ഹാഫിലെ സംഭവങ്ങളുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പെഡ്രിയുടെ വൺസ് അഗെയിൻ വേർട്ടിക്കൽ പാസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റഫീനിക്ക് വേർട്ടിക്കൽ പാസ് കൊടുക്കുന്നു, റഫീനാൽ രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. എന്നിട്ട് ലെഫ്റ്റിലൂടെ വന്നിട്ടുള്ള ആന്റണി ഗോർഡനെ പിക്ക് ചെയ്യുന്നു. ആന്റണി ഗോർഡൻ അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോർഡൻ്റെയൊക്കെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സെറ്റ് ആവേണ്ട തരത്തിൽ സംഭവം തന്നെയാണ്. നമ്മൾ പ്രീമിയർ ലീഗിൽ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫെർമീനൊക്കെ പ്രസ് ചെയ്യുന്നു, ലെമീനൊക്കെ പ്രസ് ചെയ്യുന്നു, കേളർ എഫേർട്ട് നമ്മൾ കാണുന്നു. അത് ഈ പറഞ്ഞ പോലെ ബാൽ തട്ടി പോയിട്ടുണ്ടായിരുന്നു. ഇൻക്രെഡിബിൾ റൺ ലെമീൻ്റെ ഭാഗം നമ്മൾ കാണുന്നു. ആളൊരു കട്ടിൻ സൈഡ് നിന്നിട്ട് ആളുടെ ഫൈനൽ പാസിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ മത്സരത്തിൽ, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോർണർ എന്നുള്ള ഒരു ഫെർമീൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നത് ഉനായ് സിമോൺ സേവ് ചെയ്യുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 63ാമത്തെ മിനിറ്റിൽ അവർക്ക് റോഡ്രിനെ കാണാൻ സാധിച്ചതാണ്. ഗ്രേറ്റ് അപ്ലോസും കാര്യങ്ങളും ചെങ്ങായി കിട്ടി. ചെങ്ങായി വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ റോഡ്രി വരികയാണ്. റോഡ്രി വന്നതിന് ശേഷം കൃത്യമായിട്ടും ആ ഒരു സിംഗിൾ പിവോട്ട് എന്ന രീതിയിൽ തന്നെയാണ് റോഡ്രി കളിക്കുന്നുണ്ടായിരുന്നത്. പെഡ്രിയും ഒക്കെ ആ ഒരു 8 ആയിരുന്നു. ഒരു 4-3-3 ഫോർമേഷനിലേക്ക് അവർ പൂർണ്ണമായിട്ടും നീങ്ങിയിട്ടുള്ളൊരു സാഹചര്യമാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് റോഡ്രി വന്നതിന് ശേഷം. പിന്നെ ഈ 63ാം മിനിറ്റിൽ തന്നെ റോഡ്രിയോടൊപ്പം തന്നെ മറ്റൊരു ചേഞ്ച് കൂടി സിംലേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഡാനി ഓൾമോ കൂടി വരുന്നു ബെർനാലിന് പകരമായിട്ട്. അപ്പോൾ പിന്നെ 2 8കളായിട്ടുള്ള ഒരു ക്ലിയർ 8 വേർഷൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എഡിൻ ടെർസിച്ചും അപ്പുറത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കുന്നുണ്ടായിരുന്നുള്ളതാണ്. പിന്നെ വാരോനെയും ബെരങ്കറിനെയും അഡമ ബോയിരോനെയും ഒക്കെ കൊണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം 80ാമത്തെ മിനിറ്റിലാണ് അദിയേമിനെ കൊണ്ടുവരുന്നത് ഗോർഡന് പകരമായിട്ട്. അതേപോലെ തന്നെ ജൂൾസ് കുണ്ടേനെ കൊണ്ടുവരുന്നത് എറിക് ഗാർസിക്ക് പകരമായിട്ട്. ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ പറക്കുന്നത് 82ാമത്തെ മിനിറ്റിലാണ്. അതുവരെ ഈ പറഞ്ഞ പോലെ ആ 1-0 ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. യെസ്, ബാഴ്സലോണയ്ക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് 82ാമത്തെ മിനിറ്റിൽ ആ ഗോൾ സംഭവിക്കുന്നത്? അദിയേമിയുടെ ഡ്രിബ്ലിംഗ് നമ്മൾ ആ ലെഫ്റ്റിലൂടെ കാണുകയാണ്. എന്നതിന് ശേഷം ചെങ്ങായി കട്ട് ബാക്ക് കൊടുത്തു. പക്ഷേ അത് മിസ്റ്റേക്കാണ് ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഡിഫൻഡറുടെ ഭാഗത്ത് നിന്ന്.
ആളത് നേരെ ഫെർമിൻ ലോപ്പസിൻ്റെ പാതയിലേക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നു, ആളത് ഫിനിഷ് ചെയ്യുന്നു. കൺസേലോ വന്നിട്ടുണ്ടായിരുന്നു പെഡ്രിക്ക് പകരമായിട്ട് 85-ാം മിനിറ്റിൽ. അപ്പോൾ അങ്ങനെയാണ് ബാഴ്സലോണ ഈ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത്. ഡോമിനൻ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ സ്കോർ ലൈൻ ശരിക്കും മത്സരത്തിലെ ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാൻസുകൾക്കനുസരിച്ചിട്ടുള്ള നീതി പുലർത്തുന്ന തരത്തിലൊരു സംഭവമല്ല എന്നുള്ളതാണ്. 4.23 ആണ് ബാഴ്സലോണയുടെ XG ഉണ്ടായിരുന്നത്. അതിലാണ് അവർ 2 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. പിന്നെ റോഡ്രി ആ ബാക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആളിങ്ങനെ വന്നിരിക്കുകയാണ്. ആൾ മത്സരത്തിന് ശേഷം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ടീമിൽ അങ്ങോട്ട് സെറ്റാകാൻ 23 ആക്യുറേറ്റ് പാസുകൾ ചങ്ങായി 27 മിനിറ്റ് കളിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ 80% പാസിംഗ് ആക്യുറസി ഉണ്ട്. 3 ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു. ഒരു കീ പാസ് കൊടുക്കുന്നു. എല്ലാ 100% ഗ്രൗണ്ട് ഡ്യൂലുകളും വിൻ ചെയ്യുന്നു. അപ്പോൾ റോഡ്രി വരുമ്പോൾ തന്നെ, റോഡ്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റോഡ്രിയുടെ പ്രസൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇതിപ്പോൾ ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള റോഡ്രിയാണ്. ഫുള്ളി ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഡ്ഫീൽഡ് ചങ്ങായി അങ്ങോട്ട് കൺട്രോൾ ചെയ്യും. ആളുടെ കൂടെ പെഡ്രിയും ഡാനി ഓൽമോയും ഫെർമിൻ ലോപ്പസും ഒക്കെ കളിക്കുമ്പോണ്ടല്ലോ, അതിനിപ്പോൾ ഗാവിയൊക്കെ വരാനുണ്ട്. ഹായ്. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ ഒരു കോർണർ വരുന്ന സാഹചര്യത്തിൽ എനിക്കൊന്ന് എറിക് ഗാർസിയാണോ ഫാൻറ്റാസ്റ്റിക് കൺട്രോൾ കാഴ്ച വെച്ചിട്ടേ ആളിൻ്റെ അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഷോട്ട് അറ്റംപ്റ്റ് വൈഡായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിവേ, ബാഴ്സലോണയുടെ ഫ്ലൂയിഡ് ഫുട്ബോളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ബാഴ്സലോണയ്ക്കൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യണ്ടേ? അൽവാരസ് ആകെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ അവർക്കൊരു സെൻറ്റർ ബാക്കിനെ കൂടി സൈൻ ചെയ്യണ്ടേ? ഇത് രണ്ടും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമുള്ളത്. അതിന് വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ ബാഴ്സലോണയുടെ ആരാധകർക്ക് ഉണ്ടാകുമായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ ഫോൾസ് നൈനായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ പ്രൊഫൈലുകളുണ്ട്. ഇപ്പോൾ റഫീന മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. റഫീനയുടെ പ്രസ്സിങ്, റഫീനയുടെ ചാനൽ റണ്ണിങ്, റഫീനയുടെ ഇൻറ്റൻസിറ്റി, റഫീനയുടെ ഫിനിഷിംഗ് ഒക്കെ നല്ലത് തന്നെയാണ്, നമുക്കറിയാം. പക്ഷേ പോകെ സീസൺ പ്രോഗ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിൻ്റെ ഒരു വോയിഡ് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ ചില മത്സരങ്ങൾ മറ്റു രീതിയിൽ കളിക്കേണ്ടി വരും. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള റണ്ണർമാരാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ആ ഒരു ഫോർവേഡ് ലൈനിലുള്ളത്. എല്ലാ റണ്ണർമാരാണ്. അപ്പോൾ ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറെ കൂടി ആവശ്യമുണ്ടായിരിക്കും. അതുപോലെ പോച്ചറിൻ്റെ ഒക്കെ ഒരു ഫീല് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ എത്തുന്ന കാര്യത്തിൽ അത് പ്രകടമായിട്ട് നമ്മൾ അത് വിസിബിൾ ആകുമെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ ഡിഫെൻസിലും 2 മത്സരങ്ങൾ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു ക്വാളിറ്റി സെൻറ്റർ ബാക്കിനെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഈ ടീമിന് അതിൻ്റെ ഒരു സീലിംഗ് റേസ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായിരിക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്തായാലും എസ്പാർട്ടിൻ്റെയൊക്കെ പ്രകടനം ഇൻട്രസ്റ്റിംഗ് ആണ്. ലാമാസിക്ക് മറ്റൊരു പന്തുകൾ കൂടിയാണ്. മറ്റു അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. എന്തായാലും ലമീൻ യമാലിൻ്റെ വിഷാദവും ലമീൻ യമാലിൻ്റെ പ്രകടനമൊക്കെ തന്നെയായിരിക്കും പലരുടെയും ചർച്ചയുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിൽ ലമീൻ യമാലിൻ്റെ പെർഫോമൻസ് വാസ് ഗുഡ്. ആളുടെ ബോൾ സ്ട്രൈക്കിംഗ്, ഫിനിഷിംഗ് കുറച്ച് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മറ്റു അദ്ദേഹം നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.